ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങൾ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? അൽഹംദുലില്ലാ ഞങ്ങളും സുഖമായിട്ട് പോകുന്നു കേട്ടോ. കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി അറിയിക്കുകയാണ്. അതേപോലെ തന്നെ തുടർന്നുള്ള വീഡിയോകൾക്കെല്ലാം നിങ്ങളെല്ലാവരും സപ്പോർട്ടും സഹകരണമൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഇന്നത്തെ വീഡിയോ കണ്ടു നോക്കാം. ഇന്നിപ്പോൾ ഇതാട്ടോ ഞാൻ ഇപ്പം മക്കൾക്ക് മദ്രസക്ക് നാസ്ത കൊണ്ടുപോകേണ്ടതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ തന്നെ എന്താ പറയുക ചായയും കടിയും അങ്ങനത്തെ പണികളൊക്കെ കണ്ട് കഴിഞ്ഞു വിട്ടു കേട്ടോ. പക്ഷെ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് അതിൻ്റെയും ആവശ്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത്തിരി നേരം വൈകിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒന്ന് കിച്ചണിൽ കയറാൻ വേണ്ടിയിട്ട് എണീക്കലൊക്കെ ഒരു 6 മണി ആ ഒരു സമയത്ത് തന്നെ എണീച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചായം കടിയാക്കാൻ ഇന്ന് സ്കൂൾ മദ്രസ ഒന്നും ഇല്ലല്ലോ എന്നുള്ള ആ ഒരു ചിന്ത നമുക്ക് മനസ്സിലുള്ളതുകൊണ്ട് ഒന്ന് ഇത്തിരി നേരമായിട്ടുണ്ടായിരുന്നു. എന്നാലും ഒരുപാട് നേരമൊന്നും ആയിട്ടില്ല, കുറച്ച് സമയം ഒന്ന് വൈകിയിട്ടുണ്ടായിനി കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും വിചാരിച്ചിരിക്കുന്നത് ചപ്പാത്തിയും കടലക്കറിയും ഉണ്ടാക്കാമെന്നാണ്. അപ്പോൾ കടലയൊക്കെ ഞാൻ തലേന്ന് വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു. ചെറുപയറൊക്കെ അപ്പാട് ഞാൻ വെള്ളത്തിലിടാതെ തന്നെയാണ് കേട്ടോ. ചെറുപയർ വെക്കണ ഞാൻ വെള്ളത്തിൽ പൊതിർത്താനിടലില്ല കേട്ടോ. അങ്ങനെ വേഗം കുക്കറിലിട്ട് കഴുകി കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് അങ്ങനെ വേവിച്ചെടുക്കലാണ്. പക്ഷെ കടലയൊന്നും അങ്ങനെ നടക്കൂലല്ലോ, കടല എന്തായാലും വെള്ളത്തിലിടാതെ നടക്കൂല. അപ്പം ഇന്നലെ തന്നെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇന്ന് ചപ്പാത്തിയും കടലക്കറി ആക്കാമെന്നുള്ളത്. ചില ദിവസമാണ് നമ്മൾ ആ ചായക്ക് കടി എന്താണ് എന്നുള്ളത് ചിലപ്പം രാവിലെ എണീച്ചിട്ട് അപ്പം എന്താണ് തോന്നുന്നത് അതങ്ങോട്ട് ഉണ്ടാക്കും. അല്ലെ പിന്നെ തലേന്ന് തന്നെ എന്തെങ്കിലും പ്ലാൻ ആക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യും കേട്ടോ. എന്തായാലും കടല വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി കുക്കറിലേക്ക് ഇട്ടിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ഉള്ളിയും പച്ചമുളകും പിന്നെ ഉരുളക്കിഴങ്ങും കൂടെ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ ഉരുളക്കിഴങ്ങ് ഉണ്ടെങ്കിൽ ഞാനെപ്പോൾ കടലക്കറിയിൽ ഉരുളക്കിഴങ്ങ് ഇടലുണ്ട് കേട്ടോ. നല്ല ടേസ്റ്റാണ് കറിക്ക്, നല്ലൊരു കൊഴുപ്പും കട്ടിയൊക്കെ ഉണ്ടാവും കേട്ടോ. അങ്ങനെ ഉരുളക്കിഴങ്ങും ഉള്ളിയും പച്ചമുളകും പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്. എന്നിട്ട് ഇതാട്ടോ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അപ്പം ചിന്തി ഇങ്ങനെ പുറത്തേക്ക് ചിന്തി ആവാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പുറത്തേക്ക് ഇങ്ങനെ വിസിൽ വരുമ്പോൾ വെള്ളം കൂടുതലാണെങ്കിൽ ഇങ്ങനെ ഇതായി വരൂലേ. അപ്പം അതിന് എനിക്കിത് അറിയുന്ന കാര്യമല്ലേ, ഞാൻ ആരതോ വീഡിയോയിലൊക്കെ കണ്ടതേനി കേട്ടോ. അപ്പം ഞാൻ കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുന്ന സമയത്ത് ഞാനും അതുപോലെ തന്നെ ഒരു കയ്യിലോ സ്പൂണോ എന്തെങ്കിലും ഒന്ന് കുക്കറിൽ വെച്ചിട്ടാണ് അടച്ച് വെക്കുക. അപ്പോൾ എനിക്ക് അങ്ങനെ പിന്നെ അത് വെള്ളം അങ്ങനെ പുറത്തേക്ക് ഇതായി പോവണ ആ ഒരു ഇത് വന്നിട്ടില്ല കേട്ടോ. എന്തായാലും അത് ഒരടുപ്പിൽ വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ചപ്പാത്തിക്കുള്ള പൊടി ഒന്ന് കുഴയ്ക്കാൻ വേണ്ടിയിട്ടും വെള്ളവും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചപ്പാത്തി ഞാൻ തിളച്ച വെള്ളത്തിലാണ് കേട്ടോ കുഴച്ചെടുക്കുക. വെള്ളം തിളച്ച പാടം അങ്ങോട്ട് ഓഫാക്കി അതിൽ നിന്ന് നേരെ മുക്കി അങ്ങനെ കുഴച്ചെടുക്കലാണ്. പിന്നെ നമ്മളെ കടയിൽ നിന്ന് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആട്ടപ്പൊടിയാണ് കേട്ടോ. ഞാൻ നേരത്തെ അരിച്ചിട്ട് കുപ്പിയിലാക്കിയതാണ്, അതുകൊണ്ടാണ് പിന്നെ അരിക്കാണ്ട് എടുത്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും അതൊരു തളികയിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ വെള്ളം ഒന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ പൊടിയിലേക്ക് തന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കട്ടൻ ചായ കുടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ. മക്കൾക്ക് മദ്രസ ഉള്ള ദിവസമാണെന്നുണ്ടെങ്കിൽ ഒരു പോയമ്പാട് ഞാൻ ചായയൊക്കെ കുടിച്ച് കുറച്ച് നേരം അങ്ങനെ ഇരിക്കലുണ്ടായിരുന്നു. ഇപ്പം സത്യം പറഞ്ഞാൽ അങ്ങനെ ചായ വേണമെന്നില്ല കേട്ടോ. ഞാൻ എങ്ങനെ ചായ കുടിക്കായിരുന്നു എന്നറിയാം, കട്ടൻ ചായ എനിക്ക് ഇല്ലാതെ പറ്റൂലായിരുന്നു കേട്ടോ. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് ചായ കൂടിയൊക്കെ കണ്ട് കുറച്ചിട്ടുണ്ട് കേട്ടോ. കുറച്ച് എന്ന് പറഞ്ഞാൽ വേണമെന്നേ ഇല്ല കേട്ടോ. രാവിലെ ഒരു ഗ്ലാസ് ഒന്ന് കുടിച്ചാലായി. അതുപോലെ ആ ഒരു നമ്മൾ മഗ്‌രിബിൻ്റെ നേരത്ത് വൈകുന്നേരം ചായ കുടിക്കുമല്ലോ, ആ സമയത്ത് 1-2 ഗ്ലാസ് അങ്ങനെ കുടിച്ചാലായിട്ടോ. അല്ലാതെ ആദ്യത്തെ പോലത്തെ ആ ചായ കൂടിയൊക്കെ അങ്ങോട്ട് നിർത്തിയിട്ടുണ്ട്. മഴക്കാലമായ ചിലപ്പോൾ ആ നിർത്തിയതൊക്കെ വീണ്ടും തുടരും കേട്ടോ. തുടരും എന്ന് പറയില്ലേ, അങ്ങനെയാണ്. ഇപ്പം ചൂടായതുകൊണ്ട് പച്ചവെള്ളം തന്നെയാണ് കേട്ടോ എല്ലാവർക്കും വേണ്ടത്. മക്കൾക്കായാലും എനിക്കായാലൊക്കെ നമ്മൾ ആ വെള്ളം അങ്ങനെ മുക്കി അങ്ങനെ കുടിക്കാണ് കേട്ടോ. നല്ല ചൂടുമാണല്ലോ. അപ്പം നമുക്ക് ഷെഡും കൂടെ ആയതുകൊണ്ട് പ്രത്യേകിച്ച് കുറച്ച് ചൂട് കൂടുതലുള്ള പോലെ തോന്നും കേട്ടോ. എനിക്ക് എല്ലായിടത്തും അങ്ങനെ തന്നെ ആയിരിക്കും. എന്നാലും മൊത്തത്തിൽ ഷീറ്റ് ആയതുകൊണ്ട് അതിൻ്റെതായ ഒരു ആവിക്കൽ ഒരു ചൂട് നമുക്ക് കുറച്ച് കൂടുതലാണ് കേട്ടോ. അങ്ങനെ എന്തായാലും തിളച്ച വെള്ളമൊക്കെ ഒഴിച്ചിട്ട് നമ്മളെ ചപ്പാത്തിക്കുള്ള പൊടിയൊക്കെ ഒന്ന് കുഴച്ച് മാവ് റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് ഉരുളകളാക്കി ചുടാൻ നിൽക്കണം. അപ്പോഴത്തേക്ക് നമ്മളെ നാസിമോനൊക്കെ എണീച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ചപ്പാത്തി ചുടാനൊന്നും ഇപ്പോൾ ഓനക്ക് നേരമില്ല. ബിസ്ക്കറ്റ് ഉണ്ട്. അപ്പോൾ ആ ബിസ്ക്കറ്റ് കണ്ടതുകൊണ്ട് ഓനക്ക് ചപ്പാത്തി ആകുമ്പോഴത്തേക്കും ഞാൻ ബിസ്ക്കറ്റും ചായയും കുടിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് അത് അവിടെ ഇരുന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഓനെ ഈ മേശൻ്റെ മേലെ വല്ലാണ്ട് അങ്ങോട്ട് നിർത്തലില്ല, എന്നാലും കയറി വരും കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ അവിടെ പലകയിൽ ഇരുന്നോന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇരുത്തി കൊടുത്തതാണ്.
കുട്ടിക്ക് അങ്ങനെ ചപ്പാത്തി വലിയ ഇഷ്ടമൊന്നുമില്ല കേട്ടോ. പിന്നെ ഓനക്ക് പൂരി, നമുക്ക് ചപ്പാത്തി, ആ ഒരു ഇതിന് എനിക്കാവില്ല കേട്ടോ. ചിലപ്പോൾ ഞാൻ ഈ ഒരു മാവ് തന്നെയല്ലേ, അപ്പോൾ അതിൽ നിന്ന് പൂരി അങ്ങോട്ട് ചുട്ട് കൊടുക്കാൻ വിചാരിച്ചിട്ട് അങ്ങനെ ചുട്ട് കൊടുക്കും. പക്ഷേ എപ്പോഴും അങ്ങനെ ശീലിപ്പിച്ചാൽ നടക്കൂല കേട്ടോ. ഞാൻ ഇങ്ങനെ പറയും, ഞാൻ എന്താ ഇവിടെ ഉണ്ടാക്കണത് അങ്ങോട്ട് തിന്നാൽ മതി അറിയും കേട്ടോ. കാരണം ഓരോരുത്തർക്കും ഓരോന്ന് ഉണ്ടാക്കുന്ന ആ ഒരു മെനുവിനൊന്നും നടക്കൂല പറഞ്ഞിട്ടേ. അപ്പോൾ ഇന്നിപ്പോൾ കുട്ടി വേറെ ഒന്നും ഉണ്ടാക്കി കൊടുക്കാത്തത് കൊണ്ട് ഇന്ന് ഓന് ചപ്പാത്തി തന്നെ കഴിച്ചിട്ടും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ ചപ്പാത്തിക്കുള്ളത് ഞാൻ ആദ്യമൊക്കെ ഞാൻ ഈ ഗ്യാസിൻ്റെ അടുത്ത് തന്നെ ഒരു ചപ്പാത്തി പലക ഉണ്ടായിന്. അപ്പോൾ അതവിടെ കൊണ്ടുവച്ചിട്ട് പരത്തലും ചുടലും ഒക്കെ ഒരുമിച്ച് അങ്ങോട്ട് ചെയ്യായിരുന്നു. ഇപ്പം പിന്നെ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് മൊത്തത്തിൽ പരത്തി അങ്ങോട്ട് എടുക്കും, എന്നിട്ട് പിന്നെ ചുടാൻ നിൽക്കലാണ്. അങ്ങനെ എല്ലാതും ഒന്ന് പരത്തി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പം കറി ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ്. എന്നാൽ പിന്നെ ഫസ്റ്റ് കറി അങ്ങോട്ട് ആക്കി വെച്ചാൽ കടി ഓരോന്നോരോന്ന് ചുടുന്നതിനനുസരിച്ച് ഓരോരുത്തർക്ക് വന്ന് അങ്ങനെ ചായ കുടിച്ചിട്ട് പോകാമല്ലോ വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ കടയിലൊക്കെ വെന്തു. ഞാൻ ജസ്റ്റ് ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു, ആ ഒരു കിഴങ്ങും കടലയും ഒന്ന് ഉടച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൽ നിന്ന് കുറച്ച് കടല ഞാനൊന്ന് മിക്സീൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അരച്ചു എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ചെയ്യലുണ്ട്. നമ്മളെ കടലക്കറിക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവും കുറച്ച് അങ്ങനെ അരച്ചൊഴിക്കുകയാണെന്നുണ്ടെങ്കിൽ. എല്ലാവർക്കും അറിയണത് തന്നെ ആയിക്കോട്ടോ, എന്നാലും ഞാൻ ചെയ്യുന്നത് ഞാൻ ജസ്റ്റ് പറയുന്നു എന്ന് മാത്രം. അങ്ങനെ അതും അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒഴിച്ചു, കടുക് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള പൊടികൾ കുറച്ച് മുളകും പൊടി, മല്ലിപ്പൊടി, പിന്നെ ചിക്കൻ മസാല, ബീഫ് മസാലയാന്ന് തോന്നുന്നു കേട്ടോ ഒന്നിട്ടത്. ബീഫ് മസാലയും കൂടെ ആ ഒരു എണ്ണയിൽ നല്ലോണം കരിയാതെ ഒന്ന് മൂപ്പിച്ചെടുത്തു. പിന്നെ അതിലേക്ക് നമ്മളെ കറിയും അതുപോലെ തന്നെ അരച്ച് വെച്ചിട്ടുള്ള കടലയല്ലേ അതൊക്കെ ഒഴിച്ചു. ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് അതൊന്ന് തിളച്ച് വന്നാൽ നമ്മളെ കറി അവിടെ ആയിക്കോളൂ കേട്ടോ. ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഒരു തേങ്ങ അരച്ച് പിന്നെ അരച്ചിട്ട് നമ്മൾ ഒഴിക്കൂലേ, അപ്പോൾ ഒരു തേങ്ങ അരച്ച പോലത്തെ ആ ഒരു ഇതങ്ങോട്ട് വരും കേട്ടോ. കറിക്ക് കാണാനും ടേസ്റ്റാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. പിന്നെ ഉരുളക്കിഴങ്ങും ഒക്കെ ഇട്ടതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ കേട്ടോ ഇതിൻ്റെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അതൊന്ന് തിളച്ച് വന്നാൽ മതി. അപ്പോൾ ഞാൻ ഇനി അത് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റുകയാണ്. ഇനിയിപ്പോൾ ഓരോരുത്തർ കടി ആയോ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ വന്നുകൊണ്ടുണ്ട്. അപ്പോൾ പിന്നെ വേഗം അങ്ങോട്ട് ചുട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. നമുക്ക് ഈ രാവിലത്തെ ആ ഒരു ചായ കൂടി കഴിഞ്ഞാലല്ലേ ബാക്കിയുള്ള എല്ലാ പണികളും തീരുള്ളൂ. വേറെ എന്ത് പണികൾ തീരണമെങ്കിലും തുടങ്ങണമെങ്കിലും നമുക്ക് രാവിലത്തെ ചായ കൂടി അങ്ങോട്ട് കഴിയണം അല്ലേ. അപ്പോൾ ഞാൻ വേഗം കേട്ടോ ഒരടുപ്പിലേക്ക് പിന്നെ മറ്റേ അടുപ്പിലേക്ക് കറി അങ്ങോട്ട് മാറ്റിയിട്ടുണ്ട്. ഇപ്പുറത്തെ അടുപ്പിൽ നമ്മളെ ചപ്പാത്തിയും ചട്ടി വെച്ചിട്ട് ചുടാൻ തുടങ്ങി. ഈ ഒരു ചട്ടി ഞാൻ ചപ്പാത്തി ചുടാനും പിന്നെ ഓംപ്ലേറ്റ് ഉണ്ടാക്കുമ്പോൾ മാത്രമാണ് കേട്ടോ ഇതെടുക്കുക. പത്തിരി ചുടാനും പിന്നെ വേറൊരു ചട്ടി ഉണ്ട്. അതിൽ പിന്നെ ഞാൻ വേറെ പത്തിരി അല്ലാതെ വേറെ ഒന്നും ഞാൻ ചുടലില്ല കേട്ടോ അതിൽ. അങ്ങനെ കേട്ടോ ഫസ്റ്റത്തെ ചപ്പാത്തി ഇടുന്നുണ്ട്. നമ്മൾ പത്തിരി ചുടുന്ന ആ ഒരു രീതിയിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചപ്പാത്തി ചുടുക. എനിക്ക് ഈ ഒരു ബ്രഷ് ആയതുകൊണ്ട് ഒരു സുഖം കിട്ടണില്ല. പുരയിൽ ഉമ്മയൊക്കെ നമ്മൾ പണ്ട് ഇങ്ങനെ കിഴി കെട്ടുന്ന ആ ഒരു സംഭവം ഉണ്ടായില്ലേ, എണ്ണത്തുണി ഇതിലിങ്ങനെ മുക്കിയിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കൂലേ, അതിലാകുമ്പം നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. അതിൽ വെളിച്ചെണ്ണയും കൂടെയാണ് നമ്മൾ ആ ഒരു തടവി കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ ചപ്പാത്തിക്ക് നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം പിന്നെ ആ ഒരു കിഴി കെട്ടലൊന്നും ഇല്ല. എൻ്റെ അടുത്ത് കുറേ കാലം മുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ബ്രഷ് ഇറങ്ങിയതിൻ്റെ ശേഷം ഞാൻ പിന്നെ അത് വാങ്ങിയത്. ഇതിൻ്റെ മുന്നേ വേറൊന്നും കഴിഞ്ഞിട്ട് അത് ഇതുപോലെ ചുട്ടിട്ട് ചൂടുള്ള ചട്ടീൻ്റെ മേലെങ്ങാനും ഓർമ്മയില്ലാണ്ട് അങ്ങോട്ട് വെച്ചിട്ട് പോയി, അത് ഉരുകി പോയതാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇത് നമ്മളെ നേർച്ചേൻ്റെ അന്ന് വാങ്ങിയതാണ് കേട്ടോ. പുതിയതൊന്ന് നല്ല ഉപകാരം തന്നെയാണ് കേട്ടോ. ദോശയൊക്കെ ചുടുമ്പം എണ്ണ തടവി കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒന്നാമത്തെ ചപ്പാത്തി ചുട്ട് ഞാൻ ആസിമോൻക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. നല്ല ചൂടോടെ ആകുമ്പോൾ അങ്ങനെ അങ്ങോട്ട് കഴിച്ചോളൂ എന്ന് വിചാരിച്ചിട്ട് ഓൻക്ക് കൊടുത്തു. പിന്നെ ഇപ്പോൾ ബാക്കിയുള്ളതും കൂടെ ഒന്ന് ചുട്ടെടുക്കാം കേട്ടോ. ഫസ്റ്റ് ഒന്ന് ഇടും, പിന്നെ അതൊന്ന് വാടി തിരിച്ചിടും. പിന്നെ ഒന്ന് അവിടെ നിന്ന് കുമിളകൾ ഇങ്ങനെ വരുന്ന പോലെ തോന്നിയാൽ മൂന്നാമത്തെ ഇടലും ഇട്ടാൽ നമ്മളെ ചപ്പാത്തി അവിടെ റെഡി ആയിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ. ഈ ചപ്പാത്തീൻ്റെ കൂടെ തേങ്ങയും ബെല്ലവും എന്താ പറയുക, ബെല്ലം ഉരുക്കിയിട്ട് അതിൽ തേങ്ങ ചിരണ്ടി ഇട്ടിട്ട് ഇങ്ങനെ കുറുക്കി എടുക്കൂലേ, അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ മക്കൾക്കൊക്കെ. പക്ഷേ എനിക്കൊന്നും അങ്ങനെ ഒരു മധുരത്തിനോട് വലിയൊരു താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ അധികം അങ്ങനെ ഉണ്ടാക്കലില്ല കേട്ടോ. അങ്ങനെ ചപ്പാത്തിയും കടലക്കറിയൊക്കെ കൂട്ടി ഞങ്ങളെ ചായ കൂടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പൈപ്പിൽ വെള്ളം വന്നിനോ നോക്കാൻ വേണ്ടിയിട്ട് ഒന്ന് പോയതാണ് കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ ഒരു ചേതി കാണിക്കണം എന്താ വെച്ചാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ ആൾക്കാരെ കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, നിങ്ങൾ ചേതിമേലുള്ള ആ ഒരു ചട്ടി ഇതൊക്കെ മാറ്റണം എന്ന് പറഞ്ഞിട്ട്. നമ്മളോടുള്ള ആ ഒരു കരുതൽ കൊണ്ടും സ്നേഹം കൊണ്ടൊക്കെയാണ് പറയണത് എന്നറിയാം. അപ്പോൾ ഞാൻ കാണിച്ചു തരണം. ഞാൻ നല്ല വിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ കൂടെ ഇനി എന്തുണ്ടെന്നുണ്ടെങ്കിലും നമുക്ക് കാണാൻ പറ്റും. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ വന്ന് കൂടിയപ്പോൾ നട്ട ചെടികളാണ് കേട്ടോ. അത് കുറേ ഉണ്ടായിരുന്നു, എല്ലാം നാശമായിപ്പോയി. ഇപ്പം ഇത് ആ ഒരു ചേതിമേൽ വെച്ചതുകൊണ്ട് ആ ഒരു ചെടികൾ മാത്രമാണ് കേട്ടോ അപ്പോൾ ബാക്കിയുള്ളത്.
അപ്പോൾ അത് മുറ്റത്തേക്ക് എടുത്തിട്ടാൽ പിന്നെ അധികം വെയിലുകൾ പറ്റാത്ത ചെടികളുമാണ് ഇലച്ചെടികൾ. അതുകൊണ്ടാണ് കേട്ടോ ഞാനതവിടെ വെച്ചിട്ടുണ്ട്. എന്തായാലും നമ്മൾ ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. ഞാൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴായാലും ചെടിമേൽ ഇറങ്ങുകയാണെങ്കിലൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കലുണ്ട് കേട്ടോ. എന്തായാലും നിങ്ങൾ ആ ഒരു കമൻ്റൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷം തന്നെയാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത പണി പറഞ്ഞാൽ മഴ പെയ്ത് കഴിഞ്ഞ ആ ഒരു വീഡിയോയിൽ തന്നെ നിങ്ങൾ കണ്ടിട്ടില്ലേനോ മഴ എന്താ പറ്റിയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ വലിയ കുഴപ്പങ്ങളൊന്നുമില്ല, എന്നാൽ ചെറിയ ചെറിയ കുഴപ്പങ്ങൾ ഉണ്ടായിരുന്നു കേട്ടോ. നല്ല കാറ്റായിരുന്നു. അപ്പം നമ്മൾ അടുക്കളേൻ്റെ അവിടെ താഴത്തെ അടുക്കളയിലും ആ ഒരു ബാത്റൂമിൻ്റെ ഒക്കെ മേലെ കൂടെ ഇട്ടിട്ടുള്ള ടാർപ്പായി ഉണ്ടായിരുന്നല്ലോ, അതൊക്കെ പൊട്ടി കാറ്റിന് പൊട്ടിയിട്ട് നേരെ മേലെ വേലിമേലൊക്കെ പോയി കുടുങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ നമ്മളെ മുന്നത്തെ വാഴ ഒക്കെ ഒടിഞ്ഞ് വീണിട്ടുണ്ടായി. ചെറിയൊരു ആസ്പെറ്റോസിൻ്റെ ഷീറ്റ് അടുക്കളേൻ്റെ ബാത്റൂമിൻ്റെ മേലെ കൂടെ ഇട്ടത് ഒന്ന് ഒടിഞ്ഞ് വീണു. അതുപോലെ ഒരു ഓട് വീണു. അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അൽഹംദുലില്ലാ, എന്നാലും വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ. ഇതുപോലും ഇല്ലാത്തവരില്ലേന്ന് ചിന്തിക്കുമ്പോൾ എന്താ പറയുക, ഒന്നും അല്ലാന്ന് തോന്നും. എന്നാലും നിങ്ങൾ ചോദിച്ചത് കൊണ്ട് മാത്രം കമൻറ്റിലൂടെ കുറേ ആൾക്കാർ ചോദിച്ചത് കണ്ടു കേട്ടോ, കാറ്റും മഴയും വന്നിട്ട് എന്താ പറ്റിയെന്നുള്ളത്. അപ്പോൾ എഴുതി ഇങ്ങനെ റിപ്ലൈ കൊടുക്കണ്ടേന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ ഇടുന്ന വീഡിയോസിൽ അതിനുള്ള മറുപടിയും കാര്യങ്ങളൊക്കെ പറയണത് കേട്ടോ. എന്തായാലും നല്ലൊരു കാറ്റും മഴയും വന്നാൽ ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ കഥ. ഇപ്പം ഞാൻ നിൽക്കുന്ന ഈ ഒരു അടുക്കള മുതൽ അങ്ങോട്ടേക്കൊന്നും നമുക്ക് വലിയ കുഴപ്പമൊന്നും വരില്ല. താഴത്തേക്കാണ് കേട്ടോ ചോരലും വെള്ളം വീകലൊക്കെ ആയിട്ട് ഓരോന്ന് സംഭവിക്കുക. അപ്പം ഇന്ന് ഇക്കയും കൂടെ ഉണ്ടായിരുന്നു. അപ്പം ഞാനും ഇക്കാക്ക് കൂടിക്കൊടുത്ത് നമ്മൾ ആ ടാർപ്പായൊക്കെ വീണ്ടും അവിടെ വലിച്ചൊക്കെ കെട്ടി എന്താക്കിയിട്ടുണ്ടൊക്കെ സെറ്റപ്പാക്കി പൊട്ടിയതും ഇതായതൊക്കെ ആയ സംഭവങ്ങളൊക്കെ നന്നാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു പണിക്ക് നിന്നതുകൊണ്ട് തന്നെ ഇന്ന് ബാക്കിയുള്ള പണികളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. രാവിലത്തെ ചായ കൂടി കഴിഞ്ഞിട്ട് പിന്നെ ആ ഒരു പായ് കെട്ടാനും അത് പിടിച്ചു കൊടുക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അങ്ങനെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എൻ്റെ ബാക്കി പണികൾ തുടങ്ങുകയാണ്. ഇന്ന് വെള്ളിയാഴ്ചയാണ്, ജുമാക്ക് പോകാനുള്ള ഒരു സമയം ഏകദേശം ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയിൽ നാഫിമോന് ഒരു അടി കിട്ടണം നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമുക്ക് ഈ വീഡിയോ ഓണാണ് എന്നുള്ള കാര്യമൊക്കെ ചിലപ്പോൾ അങ്ങോട്ട് മറന്നു കേട്ടോ. എന്താ പറഞ്ഞാൽ നമ്മൾ വീഡിയോക്കായിട്ടല്ല, വീഡിയോ എടുക്കാനായിട്ട് പ്രത്യേകിച്ച് അങ്ങനെ വീഡിയോ ചെയ്യാനായിട്ടൊരു സജ്ജീകരണങ്ങളോ കാര്യങ്ങളോ ഒന്നും ചെയ്യലില്ല കേട്ടോ. നമ്മൾ സാധാരണ ചെയ്യുന്ന കാര്യങ്ങൾ എന്താണോ നമ്മളെ വീട്ടിലുള്ളത്, ഒരു സാധാരണക്കാരുടെ ഒരു ലൈഫ് തന്നെയാണ് നമ്മളിത്. നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ തന്നെ തിരിയുന്നുണ്ടാവും. അപ്പോൾ അതൊക്കെ തന്നെയാണ് കേട്ടോ നമ്മൾ വീഡിയോയിലും ഉണ്ടാവുക. അപ്പോൾ ചിലപ്പോൾ ഇത് ഓണാക്കി വെക്കുമെന്ന് ഞാൻ ഓർമ്മ ഉണ്ടാവില്ല. എന്താ അറിയോ, ഓനോട് കുറേ നേരമായിട്ടോ പള്ളിയിൽ പോകാൻ നേരമായിക്കണം കുളിക്കുമെന്ന് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് കുറേ സമയമായി കേൾക്കാണ്ട് നിൽക്കുക കേട്ടോ. പിന്നെ അടുക്കളയിൽ വന്നിട്ട് വീണ്ടും ഇതാക്കുക. അപ്പോൾ ഒന്നാണ്ട് കൊടുത്തതാണ് കേട്ടോ. നമുക്ക് അങ്ങനെയാണ്, ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് എൻ്റെ കൈ നീളം നിൽക്കുക എപ്പോഴും പറയൂ കേട്ടോ. അക്കാക്ക് നല്ല അത്യാവശ്യം കുറച്ച് ക്ഷമയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാ നാഫിമോന് പള്ളിയിലേക്ക് കുളിച്ച് മാറ്റി പോകുന്നുണ്ട്. ഇതാ പോകാൻ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഓരോ കൂടെ പോകണമെന്ന് പറഞ്ഞിട്ടുള്ള കരച്ചിലാണ് കേട്ടോ. നാസിമോൻ അവിടെ കടന്ന് കരയുന്നുണ്ട് കേട്ടോ. ഓനിക്കും ഇപ്പച്ചിൻ്റെ കൂടെ പള്ളിയിൽ പോകണമെന്ന് പറഞ്ഞിട്ടാണ് കരയുന്നത്. അപ്പോൾ അടുത്ത ആഴ്ച കൊണ്ടുപോകാമെന്നൊക്കെ പറഞ്ഞ് പോയതാണ്. ഇന്നിപ്പോൾ ഇക്ക പോവുകയാണെന്ന് എനിക്കൊരു പണിയുണ്ട്. കഴിഞ്ഞ ദിവസം പോയ കല്യാണത്തിൻ്റെ അവിടെ ചോറ് വെക്കാൻ പോകാനുണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ പള്ളി കഴിഞ്ഞിട്ട് നേരെ അങ്ങോട്ട് പോകുമെന്ന് പറഞ്ഞതുകൊണ്ട് പിന്നെ അങ്ങനെയൊക്കെ പറഞ്ഞ് അവിടെ നിർത്തിയിട്ട് പോയതാണ് കേട്ടോ. അപ്പോൾ ഇക്ക ഓരോ പറഞ്ഞയച്ചു. എന്നിട്ടാണ് പിന്നെ ഞാൻ എൻ്റെ പണികളൊക്കെ തുടങ്ങിയത്. ഇന്നിപ്പോൾ ചോറ് തലേ ദിവസത്തെ ചോറുണ്ടായിരുന്നു. ഞാനും മക്കളും തന്നെ അല്ലേ ഉള്ളൂ. ഇനിയിപ്പോൾ രാത്രിയേ വരുള്ളൂ. അപ്പോൾ ഞങ്ങൾക്കുള്ള ചോറുണ്ട്. അതുപോലെ ഇന്നലത്തെ പരിപ്പ് താളിച്ചതും അങ്ങനെ രാവിലത്തെ കടലക്കറി അങ്ങനെയൊക്കെ അച്ചാറും അതും ഇതൊക്കെ കൂട്ടി അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ ചോറും കറിയും വെക്കാൻ ഇന്ന് അങ്ങോട്ട് മെനക്കെട്ടിട്ടില്ല കേട്ടോ. പിന്നെ ഒരു പോയ വഴിക്ക് വേഗം എല്ലായിടത്തും നല്ല പെരങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ വീട്. ആ ടാർപ്പായി കെട്ടലും കൂടെ ഒക്കെ അങ്ങോട്ട് സംഭവം പുറത്താണ് കെട്ടിയത്. പക്ഷേ പുരൻ്റെ ഉള്ള ആകെ കോലായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരു ഭാഗത്തുനിന്ന് ഒതുക്കി പെറുക്കി നന്നാക്കി അടിച്ചൊക്കെ വാരി തുടച്ച് ഞാൻ തുടക്കുമ്പോഴാണ് കേട്ടോ നാഫിമോൻ പള്ളി കഴിഞ്ഞ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പണികൾ എന്നിട്ടും തീർന്നിട്ടുണ്ടായിരുന്നില്ല. വേഗം എല്ലായിടത്തും ഒതുക്കി പെറുക്കി ഒന്ന് അടിച്ചു വാരിയിട്ടു. പിന്നെ വേഗം കഴുകാനുള്ള പാത്രങ്ങളും കുറേ ഉണ്ടായി കഴുകാൻ. അതൊക്കെ ഒന്ന് കഴുകി വാഷ് ബേസും കാര്യങ്ങളും അവിടെയൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ടു. പിന്നെ എൻ്റെ തുടക്കൽ കഴിഞ്ഞു. അങ്ങനെ എന്താ പറയുക, അലക്കൽ പിന്നെ ഇന്ന് അലക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പൈപ്പിൽ വെള്ളം ഇല്ലാത്തതുകൊണ്ട് ഇനിയിപ്പോൾ നാളെ രാവിലെ അങ്ങോട്ട് ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. അങ്ങനെ ഇതാട്ടോ നമുക്ക് എല്ലാ പണികളും ഞാൻ തീർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് നമ്മളെ ചോറ് വയ്ക്കലാണ്. കറണ്ട് പോയിട്ടുണ്ട് കേട്ടോ. അതാണ് ഇളയമലും തീരെ വെളിച്ചമില്ലാത്ത പോലെ കാണുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. കറണ്ട് ഇപ്പം രണ്ട് ദിവസമായിട്ട് വരിക പോവുക അങ്ങനത്തെ ഒരു ഇതിൽ അങ്ങനെ കളിപ്പിക്കുകയാണ് കേട്ടോ. എന്തായാലും ഇതാട്ടോ ഞങ്ങൾ ചോറ് വെച്ചിട്ടുണ്ടായിരുന്നു. തലേ ദിവസത്തെ ചോറും കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ കൂട്ടി ഞങ്ങൾ ചോറൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു.
പിന്നെ അതാ ഉച്ച കഴിഞ്ഞിട്ട് കഴിഞ്ഞ ദിവസത്തെ പോലെ ഇങ്ങോട്ട് വരുന്നുണ്ട്. നല്ല കാറ്റാണ്. ഞാൻ പറഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ, ഈ ടാർപ്പായി ഇപ്പം ഇന്നും പൊട്ടിപ്പോകും തോന്നുന്നുണ്ട്. അങ്ങനത്തെ കാറ്റാണ്. കെട്ടിയിട്ടുള്ള ആ ഒരു മേലെ ഭാഗത്തത്തെ ആ കയറൊക്കെ കഴിഞ്ഞ് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്തായാലും ഭാഗ്യത്തിന് ആ ഒരു വലിയൊരു മഴയും കാറ്റും ഇല്ലാതെ കുറച്ച് നേരം ഒരു കാറ്റും ഒരു ചെറിയ മഴയൊക്കെ ആയിട്ട് അങ്ങോട്ട് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വൈകുന്നേരമാണ് കേട്ടോ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പണികളൊക്കെ ആണ് കഴിഞ്ഞ് കുളിയും കഴിഞ്ഞ് ഞാനും നാസിമോനും ചെറുതായിട്ട് പോയി ഒന്ന് കിടന്നുറങ്ങിയിട്ടുണ്ടായി. നാസിമോന് പകൽ ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഓൻ്റെ കൂടെ ഞാനും കുറച്ച് നേരം അങ്ങനെ പോയി കിടക്കണം കേട്ടോ, എന്നാലാണ് ഓന് ഉറങ്ങുള്ളൂ. ഓൻ ഒറ്റയ്ക്ക് ഉറങ്ങിക്കോ എന്ന് പറഞ്ഞാൽ അവിടെ കിടത്തിയാൽ ഓന് എൻ്റെ പുറകെ തന്നെ എണീച്ച് വരും കേട്ടോ. അപ്പോൾ ഞാനും കുറച്ച് നേരം ഒന്ന് പോയി കിടന്നാൽ ഓൻ അങ്ങനെ അങ്ങോട്ട് ഉറങ്ങിയോളൂ. പിന്നെ ഞാനും കുറച്ച് നേരം ഒന്നങ്ങോട്ട് കിടന്നു. പിന്നെ എണീറ്റു. ഇതാട്ടോ മഴേൻ്റെ ആ ഒരു കോളൊക്കെ കണ്ടപ്പോൾ മക്കൾ എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കൊണ്ടായിരുന്നേ. അപ്പോൾ ഞാൻ അന്ന് റവ ഉപ്പുമാവൊക്കെ ഉണ്ടാക്കി കൊടുത്തിരുന്നില്ല. അപ്പോൾ ഇന്ന് മക്രൂണി ഉണ്ടായിരുന്നു. ഇത് കുറേ ദിവസമായി കൊണ്ടുവച്ചിട്ട്, കുറേ ദിവസം എന്ന് പറഞ്ഞാൽ നോമ്പിനെങ്ങാനും സാധനം വാങ്ങിയപ്പോൾ വാങ്ങിയതേനി കേട്ടോ. ഒറ്റ വട്ടം പോലും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നല്ലൊരു കട്ടൻ ചായ ഉണ്ടാക്കാം, മക്രൂണി അതും അങ്ങോട്ട് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. സംഭവം ഇറച്ചിയൊക്കെ ഇട്ട് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇത് കഴിക്കാൻ. അപ്പോൾ ഇറച്ചിയൊന്നും ഉണ്ടായിരുന്നില്ല, മുട്ട ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മുട്ട ഇട്ടിട്ട് ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതൊന്ന് നല്ലോണം ഒന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ, ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ. അപ്പോൾ അതൊക്കെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെച്ചാണ്. അധികം വേവൊന്നും ഇല്ല കേട്ടോ, നമ്മൾ ന്യൂഡിൽസിൻ്റെ പോലെ ആ ഒരു വേവന്നല്ലേ ഉള്ളൂ. എപ്പോഴും പറയുന്ന പോലെ തന്നെ എല്ലാവർക്കും അറിയുന്നതാണ്. പിന്നെ നമ്മൾ വീഡിയോ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അങ്ങനെ ജസ്റ്റ് പറയാമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നല്ലോണം വെന്തിട്ടുണ്ടായിനി. അപ്പോൾ ഞാനൊരു അരിപ്പ പാത്രത്തേക്ക് ആ ഒരു വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കി മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മേലെ കൂടെ കുറച്ച് പച്ചവെള്ളം കൂടെ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്താൽ നല്ലതാണ് കേട്ടോ, ഒരു ഒട്ടി പിടിക്കാതെ നല്ല രീതിയിൽ അങ്ങനെ കിട്ടും. അങ്ങനെ അതവിടെ വെള്ളം കുറ്റാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലേക്കുള്ള ഒരു മസാല പോലെ ആക്കി എടുക്കുകയാണ്. വേറെ പിന്നെ പച്ചക്കറികളോ അങ്ങനത്തെ ഒന്നുമില്ല കേട്ടോ. ഞാൻ വെറും തക്കാളി ഉള്ളി മാത്രം ഇട്ടിട്ടാണ്, വേറെ സാധനങ്ങൾ ഇടാനുള്ളത് ഇല്ലേയും താനും. അപ്പോൾ ഉള്ളത് കൊണ്ട് അങ്ങോട്ട് മക്കൾക്കൊരു ചായക്കൊരു കടിയാക്കിയിട്ട് അങ്ങനെ ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ഇതാക്കുന്ന ഉള്ളി ഒന്ന് വാട്ടിൻ്റെ വെളിച്ചെണ്ണ ഒഴിച്ചു കുറച്ച് കടുക് പൊട്ടിച്ചിട്ട് ഒരു ഉള്ളിയും ഒരു ചെറിയ 2 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉള്ളി നല്ലോണം ഫസ്റ്റ് നല്ലോണം ഒന്ന് വാടാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. വേഗം ഒന്ന് വാടി കിട്ടിക്കോട്ടെ വിചാരിച്ച് നമ്മൾ സാധാരണ പോലെ തന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്താണ്. അപ്പോൾ അത് നല്ലോണം വാടാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. ഒന്ന് അങ്ങോട്ട് വാടി വന്നപ്പോഴത്തേക്കും കുറച്ച് ആ ഒരു അരിഞ്ഞ് വെച്ചിട്ടുള്ള തക്കാളിയും കൂടെ അതിൽ ഇട്ട് കൊടുത്ത്, പച്ചമുളകും ഉണ്ട്, കറിവേപ്പിലയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഉള്ളത് കൊണ്ടൊക്കെ അങ്ങോട്ട് തട്ടിക്കൂട്ടി എടുത്തതാണ്. അപ്പോൾ ഉള്ളിയും തക്കാളിയും നല്ലോണം ഒന്ന് വാടാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് നല്ലോണം വാടി വന്നതിന് ഇനിയിപ്പോൾ ഒന്ന് കയ്യിലോണ്ടൊന്ന് നല്ലോണം ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. പിന്നെ അതിലേക്കുള്ള പൊടികൾ ഇട്ട് കൊടുക്കുകയാണ്. കുറച്ച് കാശ്മീരി മുളകും പൊടി, അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ചിക്കൻ മസാല ഒക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വേറെ പൊടികളൊന്നും ചേർത്തിട്ടില്ല. ഈ 3 പൊടികൾ തന്നെയാണ് ഇട്ടിട്ടുള്ളത്. അത് നല്ലോണം മിക്സാക്കി കൊടുത്തു. പിന്നെ ഞാൻ ഇത് കേട്ടോ, അതിലേക്കൊരു മുട്ടയും കൂടെ ഒന്ന് പൊട്ടിച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അത് നല്ലോണം ഒന്ന് ചിക്കി എടുക്കുന്നുണ്ട്. മൊത്തത്തിൽ അങ്ങനെ ഉപ്പേരി പോലെ ആക്കണില്ല, ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് നമ്മളെ മക്രോണി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുകയാണ് കേട്ടോ. അത്ര തന്നെ ഉള്ളൂ പരിപാടി. നമ്മളെ മക്രോണി ഇവിടെ റെഡി ആയിക്കണ്. വലിയ സെറ്റപ്പ് ആയിട്ടുള്ള മക്രോണി ഒന്നല്ല, സിമ്പിളായിട്ടുള്ള മക്രോണിയാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ മിക്സാക്കി എടുത്തു, അതവിടെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ചായയും കൂടെ ഒഴിച്ചിട്ട് നമ്മളെല്ലാവരും കുടിക്കുകയാണ്. ആ കറണ്ട് ആ പോയ വയ്യാണ് കേട്ടോ, പിന്നെ വന്നിട്ടില്ല. അതാണ് ഭയങ്കര ഇരുട് പോലെ നിങ്ങൾക്ക് തോന്നുന്നത് കേട്ടോ. നമ്മളെ വീടിൻ്റെ ഉള്ളിൽ കറണ്ടും കൂടെ ഇല്ലെങ്കിൽ തീരെ വെളിച്ചം കാണൂല എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. അപ്പോൾ എല്ലാവരും ക്ലിയർ ഇല്ലാത്തതൊക്കെ ക്ഷമിക്കുക കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഉള്ളത് ഓരി വെച്ച് 4 ആൾക്കുള്ള 4 പാത്രത്തിലൊക്കെ ഇട്ട് നമ്മൾ ചായ കുടിക്കട്ടെ കേട്ടോ. എന്തായാലും ഇന്നത്തെ നമ്മളെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ ആരും മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. പിന്നെ അതേപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക.